ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് പാടന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല, എനിക്ക് ചായ അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ശ്രമിക്കും. അതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ടാണ് കേട്ടോ ചായ കുടിക്കാറും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചായ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചായ അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേറെ ഒരു ചായ ഇടാണ് കേട്ടോ ചെയ്യാറ് എപ്പോഴും. ഇക്കാക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കാറ് കേട്ടോ. എനിക്കിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണം കുറച്ച് നേരം രാവിലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ആദ്യമൊന്നും ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെച്ചിട്ടാണ് ഞാനിങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് രാവിലെ തന്നെ. ആദ്യമൊക്കെ വെറും ചായ കുടിക്കാറായിരുന്നു പതിവ്. ഇപ്പോൾ ശീലങ്ങളൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ആക്കി കേട്ടോ ചായ കുടിയൊക്കെ. അതും എപ്പോഴും ഒന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ മാത്രം. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ട്. വെള്ളം കുടിച്ചതിന് ശേഷം കിച്ചണിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കപ്പ ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട്. ഇതിനെ തലേ ദിവസം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പാണ്. കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് രാവിലത്തേക്ക് കപ്പപ്പുട്ടാണ് ഇവിടെ. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ തീർക്കും കേട്ടോ. ആദ്യം കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെയാണ് ഇങ്ങനത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ പാത്രങ്ങൾ ഞങ്ങളങ്ങനെ രാവിലത്തേക്ക് വെക്കാറില്ല. നല്ല ലേറ്റ് ആവാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ രാത്രി പാത്രം അവിടെ ഇട്ടിട്ട് കിടക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് അപ്പം തന്നെ കഴുകി വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാത്രം ഇങ്ങനെ ഇടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലാസ്സൊക്കെ കഴുകി വെക്കും. അതിനുശേഷം ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാറാണ് പതിവ് കേട്ടോ. നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അപ്പൾക്കപ്പം തന്നെ കഴുകി വെക്കാന്നുണ്ടെങ്കിൽ നമുക്കധികം ഭാരമൊന്നും തോന്നില്ല. മറ്റിങ്ങനെ കൂട്ടിയിടുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കഴുകാൻ വേണ്ടി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കഴുകി വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്താലും അതപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി ഭാരമൊന്നും കൂടില്ല. പാത്രം കഴുകി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ വാഷ് ബേസിനും കഴുകാന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ വാഷ് ബേസിന്. അപ്പോൾ പാത്രം കഴുകിയതിന് ശേഷം ഞാൻ സവാള ഒന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 സവാള ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് കപ്പപ്പുട്ടിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുട്ടിപ്പ് ഉണ്ടാക്കുന്നത് ഉമ്മാണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. കപ്പ ഗ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സവാള കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പണികളൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇത് ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ കപ്പപ്പുട്ട്. കപ്പപ്പുട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതവിടെ സവാള ഒക്കെ ഇങ്ങനെ തൊലി കളയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കഴിയുന്നതിനനുസരിച്ചിട്ട് ഉരിച്ച് വെക്കാറാണ് കേട്ടോ. ഞാനല്ല, ഇവിടെ ഒരു ഇത്താത്ത വരാറുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജമീൽത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇത്താത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ
സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അൺബോക്സിങ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കാണാം. നമുക്ക് കൂടുതലും സമയം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് വെജിറ്റബിൾസ് സവാള ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ കൂടുതൽ സമയം വേസ്റ്റ് ആയി പോവാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫുഡ് പ്രോസസ്സർ തന്നെയാണ് സവാള കട്ട് ചെയ്യാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമ്മൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് ചെയ്യാൻ ഒരുപാട് സമയം വേസ്റ്റ് ആവും. അപ്പോൾ പിന്നെ അത് നോമ്പിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഫുഡ് പ്രോസസ്സർ. അപ്പോൾ ഉമ്മ ഇവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, കപ്പ പുട്ടിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ ചേർത്തൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കപ്പപ്പുട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. കപ്പ റെഡി ആക്കിയിട്ടുണ്ട്. മസാല ഇതാ ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് സവാള ഞാൻ കട്ട് ചെയ്താലും നേരത്തെ മെഷീനിലിട്ടിട്ട്, അപ്പോൾ ആ സവാള ഇതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ ഈ കപ്പപ്പുട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും നല്ലോണം കഴിക്കൂട്ടെ, കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു കപ്പപ്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ്. നമ്മൾ സാധാ കപ്പപ്പുട്ടിൽ നിന്ന് ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ, ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതിൻ്റെ വേറെ ഒരുപാട് കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തവരുണ്ടാവും. ഇതുപോലത്തെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുട്ടുംകുറ്റിയിൽ നിന്ന് നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അനിയന്മാർക്കും ഉമ്മാക്കൊക്കെ പുട്ടൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ചായയൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതാ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കപ്പപ്പുട്ടാണ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. ചൂടോട് കൂടിയിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് മസാലയും അതുപോലെ തന്നെ കുറച്ച് കപ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ എനിക്കിഷ്ടം കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മുരിങ്ങക്കായ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായും ചക്കക്കുരും കൂടിയാണ് കറി വെക്കുന്നത്. പിന്നെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ചക്കുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്ക. പിന്നെ ചക്കക്കുരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിയതാണ് കേട്ടോ ചക്ക. അപ്പോൾ ചക്ക ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്ന നോർമൽ ജസ്റ്റ് എന്താ പറയുക, തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയൊക്കെ ഒതുക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഉപ്പേരി. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മേലേക്ക് പോയപ്പോൾ ഉമ്മ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതവിടെ തൂമിക്കാൻ ചെറിയുള്ളി തൂമിക്കുന്നുണ്ട് കേട്ടോ, കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ള കറിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും മനോ പറയും ഉമ്മ കുറച്ച് തേങ്ങ ചേർത്താൽ മതി, അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകും. മറ്റേ ഒരുപാട് തേങ്ങ ഉണ്ടാകുമ്പോൾ കറക്റ്റ് കറിയുടെ ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തൂമിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചക്ക ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. പെട്ടെന്ന് സമയമില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ചക്ക വേവിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം എന്താ പറയുക, കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക, ഒരു പച്ചമുളകൊക്കെ എടുക്കുക. പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് തന്നെ ഒതുക്കി കൊടുക്കുക. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നിവിടെ ഫ്രൈക്കുള്ളത് എന്താ പറയുക, സ്രാവാണ് കേട്ടോ. അപ്പോൾ സ്രാവ് ഞാൻ അധികം കൂട്ടാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒരു കഷ്ണമൊക്കെ കൂട്ടാന്നല്ലാണ്ട് അങ്ങനെ സ്രാവിനോട് അത്ര തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഇവിടെ ഉമ്മാക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ സ്രാവ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്രാവ് കൂട്ടുന്നില്ല കേട്ടോ. ഞാൻ നമ്മുടെ രാവിലത്തെ
കപ്പപ്പുട്ടിൻ്റെ മസാല ഉണ്ടല്ലോ ചെമ്മീൻ്റെ, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ചെമ്മീൻ രാവിലത്തെ കപ്പപ്പുട്ടിൻ്റെ ചെമ്മീൻ മസാലയും അതുപോലെ തന്നെ മുരിങ്ങക്കായും ചക്കക്കുരും കറി വെച്ചതും പപ്പടം കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളതും. ഞാൻ ഉപ്പേരി എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടോ. ഞാൻ ചോറായ പാട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരി എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. രാത്രിയാണ് കേട്ടോ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൊന്നാനി ചമ്രവട്ടം പാലുണ്ട്, നെരിപ്പറമ്പ് ചമ്രവട്ടം പാലുണ്ടല്ലോ, പാലിറങ്ങിയതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ട് പോലെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്ക് വന്നിട്ട് ചായയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ രാത്രി പോയിരിക്കാനാണ് കേട്ടോ കൂടുതലും ഭംഗിയുള്ളത്. ലേറ്റൊക്കെ വരുമ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ എന്തായാലും നമുക്ക് പകൽ വരാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേര സമയത്ത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട്. ഇവിടെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. കുറേ മലബാർ സ്നാക്സുകളാണുള്ളത്. ഉന്നക്കായ, പഴം നിറച്ചത്, ചട്ടിപ്പത്തിരി, സമൂസ, പിന്നെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് പേരൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. പിന്നെ ഇവിടെ സർബത്ത്, ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടലുള്ളതുകൊണ്ട് പല വെറൈറ്റി ഫുഡാണുള്ളത്. ദോശ ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ട, ബീഫ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് 1-2 ഷോപ്പിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ഷവർമ അതുപോലെ തന്നെ ചായയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയൊക്കെ ഒരു കറക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. സാഫ്രോണൊക്കെ ഇട്ടിട്ടുള്ളൊരു ടീ ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള ചായയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.